ഹലോ, ഷൗക്കത്ത് അലി സാറല്ലേ? ഷൗക്കത്തല്ലല്ലോ, അതായത് യുക്തിവാദി. ലിയാഖത്താണ്. ലിയാഖത്ത്, സോറി. ഉം, ഞാൻ നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ കണ്ടായിരുന്നു, അപ്പം വിളിച്ച. പറഞ്ഞോളൂ. ഞാനൊരു ഉസ്താദാ. ഓ, ശരി. നിങ്ങള് എന്നാണ് ഇങ്ങനെ വിട്ട മതം? വിടാനിപ്പോ പിടിച്ചു വെക്കാനിപ്പോ അതിനകത്ത് എന്താ ഉള്ളത്? അല്ല, എന്നാലും നിങ്ങള് പിടിക്കാൻ അതിനകത്തൊന്നും ഇല്ലാത്തോണ്ട് മുറുകെ പിടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? നിങ്ങളെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മള് സംശയം എന്താ ഇതിനകത്ത്? ഇതിനകത്ത് സംശയമൊക്കെ തീർത്തിട്ടല്ലേ നമ്മള് പുറത്തിറങ്ങുക. എത്ര വർഷമായി ഇങ്ങനെ? ഞാനിപ്പോ ഇങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോ 6-7 വർഷമായി. ആരിഫ് ഹുസൈന്റെ കാലം. ആരിഫ് ഹുസൈനേക്കാളൊക്കെ മുമ്പ്. ജാമിദ് ടീച്ചറെ അതിന് കാലൊന്നും നോക്കിയിട്ടില്ല. 2019 ആദ്യത്തെ പരസ്യ പ്രഭാഷണം വരുന്നത്. ലക്കും ദീനുക്കും വലിയ ദീനത്തെ വലിയ ദീനായിരുന്നു. അവിടെ എന്താണ്? എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളെ മതം, അത്രേ ഉള്ളൂ. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ? അതെ, അങ്ങനെ ഇസ്ലാമിലില്ല, അങ്ങനെയുള്ളൂ. അതുണ്ട്, ഓരോരുത്തർ ഇസ്ലാമില് വലുത് മറ്റുള്ളവർക്ക് അങ്ങനെയായിരുന്നു ഒരു സമയം വരെ. പിന്നെ കഴിഞ്ഞിട്ട് ആയത്ത് മൻസൂഹാക്കി. മൻസൂഹ എന്താ അറിയില്ല. ആയത്ത് വെച്ചിട്ടാണ് വന്നത്. അത് വേറെ ആയത്ത് വെച്ചിട്ട്. ഏതായത്തായിരുന്നു? ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വേറെ ഒരെണ്ണം. അങ്ങനെ വേറെ രണ്ടാമത്തത് കാണാതെ പറയല്ലേ, പെട്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് ഭൂമിയിൽ കുഴപ്പങ്ങളില്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ നിങ്ങൾ അവരോട് അല്ല, അവിടെ എന്താണ് യുദ്ധം ചെയ്യണം. അല്ല, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇസ്ലാമിനകത്തുള്ള കാര്യങ്ങളൊക്കെ വലിയ ചോദിക്കാനൊന്നുമില്ല അതിനകത്ത്. നിങ്ങൾ പറഞ്ഞോളി, ഞാൻ പറഞ്ഞതിൽ എന്നെ സംബന്ധിച്ച് ചോദിക്കാനുള്ള ഒന്നുമില്ല. ചോദിക്കേണ്ടതും ചോദിച്ചും, പഠിക്കേണ്ടത് പഠിച്ചും, അറിയേണ്ടത് അറിഞ്ഞും, തർക്കിക്കേണ്ടത് തർക്കിച്ചും ആണ് നമ്മൾ നമ്മുടെ ബോധ്യങ്ങളിലേക്ക് എത്തുന്നത്. എന്താണ് ഇസ്ലാം? എന്തിനാണ് ഇസ്ലാം? എന്തുകൊണ്ട് ഒരാൾ മുസ്ലിമായി ജീവിക്കണം അത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. ദൈവത്തിനുള്ളതാണെന്നുള്ളതിന് ഒരു തെളിവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവവിശ്വാസി ആയിരിക്കാൻ മതം വിട്ട ആളാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് വിചാരിക്കുന്ന കാലത്ത് തന്നെ ആ സൃഷ്ടാവുമായിട്ട് ഈ മതത്തിന് ബന്ധമില്ല എന്ന് മനസ്സിലാക്കി മതം വിട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ദൈവികമാണ് എന്നതിനോ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിനോ യാതൊരു തെളിവില്ല. എഴുത്തും വായനയും അറിയേണ്ട ആവശ്യം ഇല്ല. അറിയേണ്ട കാര്യമില്ല. എന്തിനാ എഴുത്തും വായന അറിയണേ? എഴുത്തും വായന അറിയണതും ഖുർആനും തമ്മിൽ എന്താ ബന്ധം? അത് എഴുത്തും വായന അറിയില്ല എന്ന് രണ്ടിന്റെ പറയട്ടെ. ഇത് പരസ്യമായിട്ട് മക്കാർക്ക് ഒന്നായിട്ട് അറിയുന്ന കാര്യം എഴുത്തും വായന അറിയില്ല. പിന്നെ എഴുത്തും വായന അറിയാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരാള് ഇങ്ങനെ ഖുർആന് കൊണ്ടുവരുമ്പോ അത് കാര്യപ്പെട്ടവരൊക്കെ അത് അംഗീകരിച്ചു. അസൂയ കാര്യപ്പെട്ട ആരൊക്കെയായിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഇങ്ങനെ ഈ അന്ന് ഒരു കലിപ്പിലായിട്ട് നടക്കുന്ന ആളേനു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് അങ്ങനെ മുഹമ്മദ് നബി ആഗ്രഹിച്ചല്ലേ? ആഗ്രഹിച്ചു. അതായത് അവിടെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്ന ഒരാളെയാണ് മുഹമ്മദ് നബി ആഗ്രഹിച്ചത്. പിന്നെ മുഹമ്മദ് നബി ആഗ്രഹിച്ച ഒരാള് അബൂജഹൽ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളാണ്. രണ്ടാളും മുൻകോപക്കാരിയും അത്യാവശ്യം തണ്ടും തടിയുള്ള ഒരു തരം ഒരു ഗുണ്ടായിസം പോലെ ആൾക്കാരോട് ഇടപഴകുന്ന രണ്ടാൾക്കാരായിരുന്നു. അവരെയാണ് മുഹമ്മദ് നബി ആഗ്രഹിച്ചത്. അതെ, അങ്ങനത്തെ രണ്ടാൾക്കാരിൽ ഒരാളെ ഇങ്ങോട്ട് തരണേന്നാണ് പഠിച്ചോനോട് അല്ലാഹു നബി പറഞ്ഞത്. അതാ പറഞ്ഞത്. അപ്പൊ എന്തോ ശക്തി പ്രയോഗത്തിലൂടെ എന്തോ നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നമ്മള് ഇന്ന് നാട്ടിൽ കാണാവുന്ന ഏറ്റവും വലിയ ഗുണ്ടേനെ കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് പറയോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ പുള്ളിയുടെ ഉദ്ദേശത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. നിങ്ങൾ പറഞ്ഞോളി. അവന് കാര്യപ്പെട്ട ആൾക്കാരൊന്നും വന്നിട്ടില്ല. അബൂബക്കറും ഉസ്മാനോട് നിങ്ങൾ പറയുന്ന കാര്യപ്പെട്ട ആൾക്കാരെന്ന് പറയാനുള്ളത് വേറെ ആരും ഇല്ല. പിന്നെ ഒരുപാടുണ്ട്. പിന്നെ കോടിക്കണക്കിന് മുതലിന്റെ ആസ്തിയുള്ള ഖദീജ ബീവി. ഖദീജ ബീവി മുഹമ്മദ് നബിന്റെ ഭാര്യയല്ലേ? ഖദീജ ബീവിന്റെ ആവശ്യം മുഹമ്മദ് നബി അവിടുത്തെ ഭരണാധികാരിയാണ്. ഉമ്മിയാണെന്നുള്ളതിൽ എന്താണ് നിങ്ങൾ കാണുന്ന കാര്യം? അതുകൊണ്ട് ഇത് എവിടുന്ന് കിട്ടി? അത് തൊള്ളേ കൂടെ പറഞ്ഞതല്ലേ, അല്ലാതെ എഴുതി കൊണ്ടുവന്നൊന്നല്ലോ. പിന്നെ എഴുത്തും വായന അറിയാത്ത ആളുകളുടെ കൃതികൾ വേറെ കേട്ടിട്ടില്ല.
അതിന് എഴുത്തും വായനയും അറിയാത്ത ഇങ്ങനത്തെ ഒരാൾ കൊണ്ടുവരുന്നത് എഴുത്തും തുല്യതയില്ലാത്ത വായനയും സാധനം. അറിയാത്ത ഒരാള് ഉം. എഴുതിയത് എന്ന് അല്ലെങ്കിൽ അയാളുടേതായിട്ട് പുറത്തു വന്ന കൃതികൾ, അയാൾ ലോകപ്രശസ്തമായ പറഞ്ഞു കൃതികൾ കൊടുത്തിട്ട് വേറെ നിങ്ങൾ ആൾ എഴുതിയതോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ സെർച്ച് അതൊന്ന് ചെയ്തിട്ടില്ല. സെർച്ച് ചെയ്താൽ മതി. എഴുത്തും വായനയും അറിയാത്ത ഇഷ്ടം പോലെ പക്ഷെ ഇത് മഹാകൃതികൾ രചിച്ച ഹലോ ആൾക്കാരുണ്ട്. ഹലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇത് മുഹമ്മദ് നബി എഴുതിയതോ മുഹമ്മദ് നബി ഇപ്പൊ നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന മുസാഫ് മുഹമ്മദ് നബി കണ്ടതോ പോലും ആയിട്ടുള്ള സാധനമല്ല. മുഹമ്മദ് നബി അള്ളാഹു പറഞ്ഞു എന്ന പേരിൽ മുഹമ്മദ് നബിന്റെ തൊള്ളയും കൊണ്ട് പറഞ്ഞ സാധനങ്ങളാണ്. അതിനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഒന്നൊന്ന് പറഞ്ഞാണ്. അതില് ഒന്നാമത്തെ, ഇപ്പൊ ഞാൻ എല്ലാവരോടും പറയണതെന്ന് മാറ്റി വേറെ സാധനം പറയാം ഞങ്ങൾക്ക്. എന്താണ് ഖദറും കളയും തമ്മിലുള്ള ഖുർആന്റെ ഇത്? വിധി. എന്താ ഖദർ പറഞ്ഞ? വിധി, വിധി, അള്ളാഹുവിന്റെ വിധി. വിധി. ഖദറും ഖലാവും. അതായത് ഒന്ന് അള്ളാഹുവിന്റെ നിർണയമാണ്, രണ്ട് അള്ളാഹു അത് നടപ്പിലാക്കുന്നതാണ്, നടപ്പിലാക്കാനുള്ള അള്ളാഹുവിന്റെ കഴിവ്, അല്ലെ? അതിലെ ഖദറും ഖലായും. ഒന്ന് അള്ളാഹുവിന്റെ തീരുമാനം, രണ്ട് ആ തീരുമാനിച്ചതിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷി. അതിൽ ഖദറും ഖലാവും. ഇത് ശരിക്കും ഇപ്പൊ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിന്റെ തീരുമാനമല്ലേ? അപ്പൊ നിങ്ങൾ ഇന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട് എന്തിനാ പോയിന്ന്? എന്തെടുത്തിട്ട് എന്താ കാര്യം? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഖുർആന്റെ വചനങ്ങൾ നിങ്ങൾ എടുക്കൂ. ഖദർ ഖലാവ് റിലേറ്റഡ് ആയിട്ടുള്ള ഖുർആൻ വചനങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. വലക്കത് ഖൈരി വശരി മിനല്ലാഹി തആല, ഈമാന്റെ 6-ാമത്തെ അല്ലേ? വലക്കത് ഖൈരി വമിൻ ശരി വലക്കത് ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. അതാണ്. നന്മയും തിന്മയും ഒക്കെ അള്ളാഹിന്റെ അടുത്ത് നിന്നാണ്. എല്ലാം അള്ളാഹുവിന്റെ മുൻ നിശ്ചയ പ്രകാരമാണ്. പിന്നെ നിങ്ങള് അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിൽ എന്താ ബന്ധം? അല്ല, അതൊക്കെ നിങ്ങൾ സംസാരിച്ചോളി. ഇത് പറയും. അപ്പൊ നിങ്ങള് ഈ പറയുന്ന കാര്യത്തിൽ ഖുർആന്റെ പല കാര്യങ്ങളുണ്ട്, പല തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. പരിഭാഷ നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളെ ഫൈലിയല്ലേ? മറ്റൊരു വിരുദ്ധാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളി. ഖദറും ഖലാവും തമ്മിലൊന്ന് പറഞ്ഞോളി. എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കാം. പണ്ടൊക്കും പണ്ടേ ഉള്ളതാണത്. അത് നിങ്ങൾ പറഞ്ഞ നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ദ്വാരക്ക, അതും ഖലാ തന്നെയാണ്. ആയിക്കോട്ടെ, തീർന്നു. അപ്പൊ ചിലത് ഖലാവുകൊണ്ട് എന്തെങ്കിലും മുസീബത്തൊക്കെ ഉണ്ടെങ്കിൽ തട്ടി മാറ്റും, എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അള്ളാഹുവിന്റെ നിർണയം അവിടെ മാറ്റും, അതും ഖലാവാണ്. അള്ളാഹുവിന്റെ നിർണയം മാറുമോ? അത് മാറണോണ്ട് മാറാത്തോണ്ട്. ഇത് വരുന്നതാ ഹിദായത്ത്. ചിലത് ചില പണി ചെയ്ത് കഴിഞ്ഞാൽ ഹിദായത്ത് കിട്ടേണ്ടി ഉണ്ടാവും. ചിലപ്പോ പണി ചെയ്യണോ ചെയ്യണ്ടേന്ന് ആരാ തീരുമാനിക്കണേ? അത് അള്ളാഹു. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ തീരുമാനമാണ്? അള്ളാന്റെ തീരുമാനം. പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്ന കാര്യം? പിന്നെ ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടോ നിങ്ങൾ എനിക്ക് ക്ലാസ്സിൽ തന്നിട്ടോ വല്ല കാര്യമുണ്ടോ? മുഹമ്മദ് നബിന്റെ മൂത്താപ്പ, അല്ലെങ്കിൽ മൂത്താപ്പ മുസ്ലിം ആവണമെന്ന് മുഹമ്മദ് നബി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അള്ളാഹ് എന്താ പറഞ്ഞ? അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ഹിദായത്ത് കിട്ടൂല എന്നല്ലേ? അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എനിക്ക് സംശയം നിർത്തുന്നിട്ട് വല്ല കാര്യം ഉണ്ടാവോ? എനിക്ക് ചിലതുണ്ടാവും മനസ്സിലാക്കാതെ പോയതുണ്ടാവും. ഞാൻ മനസ്സിലാക്കണത് എങ്ങനെ മനസ്സിലാക്കണമെന്നും ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് ആരാ തീരുമാനിക്കണേ? ഖുറാനിലില്ലേ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഉദ്ദേശിക്കണേന് അള്ളാഹ് ഉദ്ദേശിച്ചല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചാലല്ല നിങ്ങൾ ഉദ്ദേശിക്കൂല എന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ തീരുമാനം വേണം. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന ആരാ? അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം? ഞാൻ ഇങ്ങനെ ചിന്തിക്കണമെന്നും ഞാൻ ഇസ്ലാമിനെ കുറിച്ച് എതിർത്ത് സംസാരിക്കുന്ന ആരുടെ തീരുമാന? ഞാൻ ഈ വിഷയത്തെ പറ്റി ഒരല്പം സംസാരിക്കട്ടെ? പറഞ്ഞോളി. ഈ ലോഹിർ ബാത്തിൻ, അതിന്റെ അർത്ഥം അറിയില്ലേ? അറിയാം, പറഞ്ഞോളി.
ഈ ബാത്തിനായിട്ടൊക്കെ ഓന്റെ പണിയാ. എനിക്കറിയും ലാഹിറും ബാത്തിനും എന്ന് പറഞ്ഞാല് നമുക്ക് പ്രത്യക്ഷമായതും അങ്ങനെ ഞങ്ങള് മറിഞ്ഞതും. അല്ല, ഞാൻ മൂല്യാരല്ലാത്തോണ്ടാ ഇത് ഞാൻ കേൾക്കുന്ന ആരെങ്കിലും ഓലും കൂടി മനസ്സിലായിക്കോട്ടെ. ആ ചിലപ്പോ ഈ ഇതേപോലത്തെ തെറ്റിദ്ധാരണയിൽ ആൾക്കാരുണ്ടെങ്കിലോ. അത് വോയിസ് ഞാൻ ഇതിൽ ഇടും, യൂട്യൂബ് ഇടും. ഉറപ്പല്ലേ? എന്നായിക്കോട്ടെ. അതിനനുസരിച്ച് പറഞ്ഞോളേ. ലാഹിർ ബാത്തിന് അറിയുമ്പോ ചിലപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ അതന്നെ വെളിവാക്കി എല്ലാരും പറഞ്ഞോളൂ. പരിഗണിച്ച് പറയേണ്ടി വരില്ലേ? അതെ മറ്റേ നിങ്ങളൊരു വ്യക്തിയെ മാത്രമേ അതെ അതെ. പരിഗണിക്കുള്ളൂ. ഉള്ളു പുറമേന്ന് പറയും. അതായത് ഉള്ളു പറഞ്ഞാൽ ഫുള്ള് പണ്ടക്കും പണ്ടൊക്കെ അള്ളാഹു തന്നെ അങ്ങനെയാണ്. പണ്ടക്കും പണ്ടുള്ള തീരുമാനത്തിൽപ്പെട്ടതാണ്. നമുക്ക് പറഞ്ഞാൽ ചില ചോയ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. സുബ്ഹ് ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് എണീക്കും ചെയ്യാം, എണീക്കാതെക്കാൻ ചെയ്യാനുള്ള ശക്തി നണ്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താലാന്റെ സഹായം കൂടാതെ ഒന്നും കഴിയൂല നമുക്ക്. അതിലും പ്രശ്നമുണ്ടേ. ഇപ്പൊ നമ്മളൊരാള് രാവിലെ നീക്കണം തീരുമാനിച്ചാല് അത് നടക്കൂലല്ലോ. അള്ളാഹ് തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ പിന്നെ നമ്മള് ഇതിൽ വലിയ കാര്യമില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞ പണികളൊക്കെ നമ്മൾ എടുക്കണം. അതുകൊണ്ട് നമുക്ക് എടുക്കാന്നല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പ്രയോജനം പിന്നെ ഈ വിഷയത്തെ തീരുമാനിക്കപ്പെടുന്നില്ലല്ലോ. പറ്റിയിട്ട് ആരിഫ്യങ്ങൾ ആരും അറിയില്ലേ? നിങ്ങൾ പറഞ്ഞോളേ. ആരിഫ്യങ്ങൾ അറിയില്ലേ? പറഞ്ഞോളേ. ആരിഫ്യങ്ങളാവുന്ന ഔലിയാക്കന്മാർക്കാണ് ഈ വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് ഈ വിഷയത്തെ പറ്റിയിട്ട്. സാധാരണക്കാരാവുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ ഞാനൊക്കെ സാധാരണക്കാരനാണ്. ഖദറും ഖലായും നമ്മൾ സാധാരണക്കാരെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഈമാൻ തെറ്റിപ്പോയല്ലേ? അതെ. പക്ഷെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് ഖുർആനെ വളരെ ലളിതമായിട്ടുള്ള അറബി ഭാഷയിലാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതാണ്. എന്നാ അതേമാതിരി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. എന്നാ സാഹിത്യം ഉണ്ട്, അത് മരുന്നാണ്. അല്ല, നമുക്ക് മനസ്സിലാവൂലെങ്കിൽ പിന്നെ നമ്മളിത് ലളിതാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ പറയുന്ന ഒരു വചനമാണല്ലോ ഇപ്പൊ ഖദറും ഖലാവും ഒക്കെ. ഒരു പർട്ടിക്കുലർ കാര്യമാണല്ലോ. ഖദർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്ലാനിങ് അല്ലേ? ശരിക്കും പ്രോഗ്രാമിംഗ് ആണ്. എന്തെങ്ങനെ എപ്പോ എങ്ങനെ ചെയ്യണം, എന്ത് അളന്ന് നിശ്ചയിച്ചു വെച്ച സാധനം അല്ലേ? നമ്മളൊരു ഡിസ്കിലുള്ള എന്തെങ്കിലും, അതായത് ഒരു കെട്ടിടം പണിയുന്നതിന് മുമ്പ് അതിന്റെ അളവുകൾ, ഇപ്പൊ ഒരു തൂൺ എവിടെ വെക്കണം എന്നൊരു എഞ്ചിനീയർ തീരുമാനിക്കുന്നത് പോലത്തെ ഒരു സാധനമാണ് ഈ ഖദർ എന്ന് പറഞ്ഞ സാധനം അല്ലേ? അല്ലെ? ഖലാ പറഞ്ഞാൽ അതിന്റെ നടപ്പിലാക്കലാണ്, അതിന്റെ എക്സിക്യൂഷൻ ആണ്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഓരോ പില്ലറും കെട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏതാണ് മാറുക? അള്ളാന്റെ തീരുമാനമാണോ മാറുക, എക്സിക്യൂഷൻ ആണോ മാറുക? അതിന് ദുആ ചെയ്തിട്ട് ചില അപകടങ്ങൾ മാറണം. അങ്ങനെ ചില അപ്പൊ മൊത്തം സ്ട്രക്ചർ തെറ്റൂലേ? ഇപ്പൊ നമ്മള് എഞ്ചിനീയർ പ്ലാൻ ഒക്കെ വരച്ചു, തീരുമാനാക്കി, രൂപരേഖ തയ്യാറാക്കി, പണി തുടങ്ങിയതിനു ശേഷം ഒരു തൂണിന്റെ ഹൈറ്റ് അത്ര വേണ്ടെന്ന് തീരുമാനിച്ചാൽ മൊത്തം പ്ലാൻ പൊളിയില്ലേ? അതിന് ചില തീരുമാനം മാറാത്തോണ്ട് അതിന് രണ്ട് ഇത് പറയും. അജല്യായത് എന്ന് പറയും. വേറെ ചില കാരണങ്ങളെ കൊണ്ട് മാറുന്നുണ്ട്. ചിലത് കാരണം കൊണ്ട്. ഞാൻ മലയാളത്തിൽ പറയട്ടെ. അതിനകത്ത് ഈ ഹിദായത്ത് വരുവോ? അതൊക്കെ അതിന്റെ ഉള്ളിൽ പെട്ടാ. ഏതില്? എന്ത് കാരണം കൊണ്ടാണ് ഒരാളുടെ ഹിദായത്ത് തീരുമാനിക്കുക? അപ്പൊ 4-ാം മാസത്തിൽ എഴുതപ്പെട്ടത് എന്താണ്? അത് 4 സംഗതി ഉണ്ട്. എന്തൊക്കെ? അയാൾ നന്മയിലാണോ തിന്മയിലാണോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ, മരണത്തിന്റെ സമയം, ഇതൊക്കെ എഴുതി വെച്ചില്ലേ? പിന്നെ എങ്ങനെ പിന്നെ അപ്പൊ അത് എഴുതിയത് മാറുമോ? എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞ എഴുതിയത് അള്ളാഹുവിന്റെ ഖലാ അല്ലേ? അല്ല, ഖദർ അല്ലേ? അല്ലേ? ഖദർ എഴുതി വെച്ചിട്ട് പിന്നെ ഖലാവ് മാറുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഖദർ നിലനിൽക്കുകയും ഖലാവ് മാറും ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞതിലൊന്നും ലോജിക്കില്ല. പിന്നെ നിങ്ങൾ ഷെയ്ഖ് അല്ലാത്തോണ്ട്, അല്ലെങ്കിൽ എന്താണ് വലിയ അല്ലാത്തോണ്ട്, അല്ലെങ്കിൽ അത്രയും പിന്നെ ആഴത്തിൽ പഠിച്ച ആളല്ലാന്ന് നിങ്ങൾ തന്നെ പറയുന്നത് ഈ ഖദറിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തില് ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തെ ഇല്ലെങ്കിൽ ഇസ്ലാം കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന കൊലത്തിലാവുമായിരുന്നില്ലേ? പിന്നെ ചില വിഷയങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കാണ്ടേ. എങ്ങനെ ചെയ്യുന്നു? ഞാൻ കുറെ ചിന്തിച്ചേ. ഇപ്പൊ നിങ്ങൾ ഫയൽ ചെയ്യാതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത്. സാധാരണക്കാരനോട് ഇപ്പൊ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് വസ്വാസാവും. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് അക്കീദായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ടോ. അപ്പൊ അക്കായതായിട്ട് ഈമാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങളെല്ലാം ചോദിച്ചോളൂ. ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി, പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് നമ്മളെ തീരുമാനമല്ല. അല്ല, ഉറപ്പല്ലേ? ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ചിട്ടല്ല. പിന്നെ വേറെ അല്ല, ഒരു വിശ്വാസം നമ്മൾ ബൈ ചാൻസ് ആണിത്. ഒരു മനുഷ്യ ജന്മം എന്നുള്ളത് ഒരു ബൈ ചാൻസ് ആണ്. സംഭവിച്ചതാണ്, നമ്മൾ തീരുമാനിച്ച് സംഭവിച്ചതല്ല. ആരും തീരുമാനിച്ചതല്ല. നിങ്ങളെന്തോ കാര്യം പറഞ്ഞല്ലോ, വേറെന്തോ. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഖദർ ഖലാ എന്ന് പറഞ്ഞ സാധനം തന്നെ
പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞോളൂ. അള്ളാഹു പറയുന്നത് ഒരു ഭാഗത്ത് ഈ അള്ളാഹ് ഖദർ പറയുന്നത് കലാഹ് മൊത്തത്തില് കുറച്ചൊരു ഒരു ഒരു എന്താ കോംപ്ലിക്കേഷൻ ആണ്. പറയാ ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഒരു പ്രയാസപ്പെട്ട വിഷയമാണ്. അതൊരു കുറച്ചൊരു PhD ലെവലിലൊക്കെ പോയാലേ മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഖദർ കലാഹ് എല്ലാരും വിശ്വസിക്കണം. അപ്പോഴേ ഈമാൻ കാമിലാവുള്ളൂ. അല്ലെ? ഇത് അറിയാതെ വിശ്വസിക്കേണ്ടി വരും. അതൊരു വല്ലാത്തൊരു ദുരന്താണേ. നമുക്ക് പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യം, നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് അയാളുടെ ഉള്ളിൽ എപ്പോഴും ആ വസ്വാസ് കുടുങ്ങി കിടക്കും. അല്ല, അതിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇതാക്കൊന്നും വേണ്ട. പിന്നെ അതങ്ങനെ അപ്പൊ അർച്ചനല്ലേ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കുന്നില്ലാന്ന്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നാണല്ലോ പറഞ്ഞിട്ടില്ലേ? ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഉദ്ദേശിക്കുന്നവർ സ്വീകരിക്കട്ടെ, വിശ്വസിക്കട്ടെ, വേണ്ടോല് വിശ്വസിക്കട്ടെ, വേണ്ടാത്തോല് വിശ്വസിക്കണ്ട എന്നാണ് പറയുന്നത്. അതെ. അല്ല, ഞാൻ പറയാം. ഖുർആൻ ഒരു ഭാഗത്ത് പറയണത് അവർ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ എന്നാണ്. അവിശ്വസിക്കുന്നവർക്ക് ഞാൻ നരകത്തിൽ ഭയങ്കര സംഭവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് പറയുന്നത് അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്ന ആള്. മുഹമ്മദ് നബിനോട് പറയണം, നിങ്ങൾ വിചാരിച്ചു എന്നത് കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല. നിങ്ങൾ ആഗ്രഹിച്ചവർക്ക് എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല. അത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാണ്, തീരുമാനമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞ സാധനം അവിടെ വർക്ക് ആവുന്നില്ല. മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് വമാ തശാഉന ഇല്ലാ ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കാതെ പോലോട്ട് ഉദ്ദേശിക്കൂല. ഈ മൂന്ന് വചനങ്ങളും തമ്മിൽ പൊരുത്തപ്പെടൂല. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒന്ന്, ഖുർആൻ വായിച്ചാലുള്ള പ്രശ്നം, അർത്ഥം അറിഞ്ഞു വായിക്കാൻ ശ്രമിച്ചാൽ, പഠിക്കാൻ ശ്രമിച്ചാലുള്ള പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ വിട്ട് ഞാൻ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ച് മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന സ്വത്ത് വസ്വാസ് അതൊക്കെ ചെറിയ കാര്യമാണ്. മീൻസ് താരതമ്യേന ചെറിയ കാര്യമാണ്. ഞാൻ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങളിൽ താരതമ്യേന ചെറിയ പ്രശ്നമാണ് നമുക്ക് മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാം. ആരിഫിന്റെ കേസ് നിങ്ങൾ പിടി, നിങ്ങൾ എന്നോട് സ്ത്രീ പറയുന്നുണ്ട് സ്ത്രീക്ക് കിട്ടുന്ന സ്വത്തിനെ പറ്റിയാണ്ട്. അല്ല, അത് ഓരോ ആളുകളെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടാവുന്നത്, വസ്വാസം ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പൊ ചില ആൾക്കാർ ഖുർആനിന്റെ പ്രപഞ്ച സങ്കല്പത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ചിരി വന്നിട്ട് ഇമാം ദീൻ വിട്ട ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഹലോ ഈ പെണ്ണുങ്ങൾക്ക് സ്വത്ത് പൗതിയുള്ളൂ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എവിടെ ഇസ്ലാം നിർബന്ധമായി ചെലവാക്കാൻ പറയുന്നില്ല. ആണിനെ സംബന്ധിച്ച് ഉദാഹരണം പറയാം. അതൊരു കാര്യമല്ല. പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഖുർആനിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വളർത്തു മൃഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലാണ് സ്ത്രീകളെ പരിഗണിക്കുന്ന ഖുർആൻ. തഫ്സീറും ഹദീസും ഒക്കെ എന്താണ് സ്ത്രീയുടെ പ്രാഥമികമായിട്ടുള്ള കടമ? അപ്പൊ ഒരു വിവാഹം കഴിച്ച സ്ത്രീയെ ഭർത്താവ് വില കൊടുത്തു വാങ്ങുന്നു. 4:34 പറയുന്നത് അവര് കയ്യിലുള്ള ധനം ചെലവഴിച്ചത് കൊണ്ടും അള്ള പുരുഷന് മേന്മ കൊടുത്ത, ശ്രേഷ്ഠത കൊടുത്തത് കൊണ്ടാണ് പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കൈകാര്യ കർത്തൃത്വം കൊടുത്തിട്ടുള്ളതെന്നാണ്. അല്ലെ? പൊതുവെ അല്ലേ ഞാൻ പറഞ്ഞത്? ഖുർആനില് സ്ത്രീകളെക്കാൾ പവർ പുരുഷന്മാർക്കാണ്. എന്താ പവർ? മെന്റൽ സ്ട്രെങ്ത്, ബുദ്ധിയായിട്ടും. ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് മാനസികമായിട്ടുള്ള ഒരു ബലാണ്. അത് സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ? പുരുഷൻ. അല്ലാന്ന്. മാനസികമായിട്ടുള്ള ബലവും ശക്തിയും സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ എന്നാണ് എൻ്റെ ഒരു. കാരണം അവരാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. ഒരു ഗർഭധാരണവും പ്രസവവും കുട്ടീനെ പരിചരിക്കലും ഒരു പുരുഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പുരുഷന്റെ കീഴില് ഭാര്യ ജീവിക്കുന്നത് പോലെ ഒരു പുരുഷന്റെ കീഴിൽ വേറൊരു പുരുഷന് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. അപ്പൊ ജോഡി ഇപ്പൊ ഭാര്യ ഭർത്താവ് എന്നുള്ള ജോഡി തന്നെ ആവണമെന്നില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ മാനസികമായിട്ടുള്ള ഏകാഗ്രതയും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും സഹനശക്തിയും അതൊക്കെ സ്ത്രീകൾക്ക് കൂടുതലാണ്. അത് കാലങ്ങളായിട്ട് അങ്ങനെ ആയതാണോ അതോ പിന്നെ ഇത് പ്രകൃതിയാൽ തന്നെ അങ്ങനെയാണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് അള്ളാഹു പറയാണ് തന്റെ സൃഷ്ടികളെ കുറിച്ച്. അള്ളാഹു സൃഷ്ടിപ്പ് മുതൽ ആൺ പെൺ വിവേചനത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വിവേചനം എന്ന് പറഞ്ഞാൽ അവരുടെ കായിക ബലമോ അവരുടെ മാനസിക ശക്തിയോ അവരുടെ ശാരീരിക ഘടനയോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അവരുടെ ഡിഗ്നിറ്റി, അന്തസ്. 2 അന്തസ്സിലാണ് സ്ത്രീയും പുരുഷനും ദൈവം തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ഖുർആനില്. ഉദാഹരണത്തിന് അവരെ വളക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നില്ലേ അല്ലാഹ്? പെട്ടെന്നാണ്ട് വളക്കരുത്, പൊട്ടിപ്പോകും. എന്താ അതിന്റെ കാരണം പറഞ്ഞത്? അവൾ വളഞ്ഞ എല്ലിൽ നിന്ന് ഉണ്ടാക്കിയതാണ് പറയുന്നത്. ആദമിനെ നല്ല
എന്താ പൊടി മണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് വളഞ്ഞ വാരിയല് കൊണ്ട് സൃഷ്ടിച്ച സ്ത്രീയാണ്. അതുകൊണ്ട് നിങ്ങൾ അവർ ഒരുപാട് നിവർത്തി നേരാക്കാൻ ശ്രമിക്കരുതെന്ന് ഖുറാനിലാണോ ഹദീസിലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സാധനല്ലേ ഉം. അവർ പൊട്ടിപ്പോവും. ഉം. അവര് ബുദ്ധി കുറഞ്ഞവരാണ് എന്ന് പരാമർശല്ലേ? ആണുങ്ങളെ അപേക്ഷിച്ച് ബുദ്ധി കുറവാണെന്ന പരാമർശല്ലേ? ഉം. അവർക്ക് പിന്നെ അള്ളാഹു ആ ശ്രേഷ്ഠത മുഴുവൻ കൊടുത്ത അള്ളാഹു ആണ് എന്ന് ഖുറാന് പറയണില്ലേ? ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ സ്ത്രീ പുരുഷ വിവേചനാണുള്ളത്. വ്യക്തിത്വം തമ്മിലുള്ള വിവേചനാണ്. അല്ലാതെ അവരുടെ ജൈവികമായിട്ടുള്ള ധർമ്മങ്ങളോ അവരുടെ ജീവിത സാഹചര്യം ഒന്നും അല്ല. ഉറുമ്പ് ചെറുതല്ല. അപ്പൊ എല്ലാരും ഒരേ മാതിരി അല്ലല്ലോ. അപ്പൊ എല്ലാരും ഒരേ ബുദ്ധി. ഉറുമ്പ് ചെറുതായാലും നിങ്ങൾ ആണുറുമ്പിനെയും പെണ്ണുറുമ്പിനെയും വ്യത്യാസം കാണലുണ്ടോ റോട്ടിൽ പോകുമ്പോ? ഇല്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സാധനം, അന്തസ്, ആണിന്റെ അന്തസ്സും പെണ്ണിന്റെ അന്തസ്സും വ്യത്യസ്തമായിട്ടാണ് ഖുർആൻ പരിഗണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ, മതത്തിനകത്തുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഒരു നൂറ്റാണ്ടെങ്കിലുമായിട്ട് ലോകം ചിന്തിക്കുന്ന ഒരു ആശയമാണ് മാനവികത എന്ന് പറയുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും, അത് കളറും വർഗവും വർണ്ണവും ലിംഗവും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരായ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്നുള്ളതാണ്, അതിന് അർഹത ഉള്ളവരാണെന്നാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. ഇസ്ലാം മനുഷ്യരെ പ്രാഥമികമായി രണ്ടായി തിരിക്കും. ഒന്ന് വിശ്വാസി, അവിശ്വാസി. അവിശ്വാസികളെ വളരെ മോശമായ രീതിയിൽ പദപ്രയോഗങ്ങളിലൂടെ, അതായത് ദൈവമാണ് തീരുമാനിക്കുന്നത് ആര് വിശ്വസിക്കണം ആര് വിശ്വസിക്കണ്ടെന്ന്, എന്നിട്ട് അങ്ങനെ ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച് അവിശ്വാസികളായവരെ പള്ളു പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യാണ് അള്ളാഹു ഖുറാനിലൂടെ ചെയ്യുന്നത്. വാസ്തവത്തിൽ അള്ളാഹുവിനെ തന്നെയാണ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ വിശ്വസിക്കണം ആരൊക്കെ വിശ്വസിക്കണ്ടെന്ന് അള്ളാഹ് തീരുമാനിച്ചത്. എന്നിട്ട് അവർ അവിശ്വാസിയായതിന് അവരെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ ചീത്ത വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ അക്കീദയിലേക്ക് പോയല്ല. ഇതിന്റെ സാമൂഹിക പ്രശ്നം എന്താ വെച്ചാൽ മനുഷ്യരെ പ്രാഥമികമായിട്ട് രണ്ടായി തിരിക്കും. ഈ പ്രാഥമികമായി രണ്ടായി തിരിച്ചതിനകത്ത് തന്നെ പിന്നെയും ഉപവിഭാഗങ്ങളായിട്ട് മനുഷ്യരെ അവരുടെ അന്തസ്സിനെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൊടുത്ത റോളോ അല്ലെങ്കിൽ അവരുടെ ശാരീരിക ഘടന ഇതൊന്നും അല്ല നമ്മൾ ചോദിക്കുന്നത്, അവരുടെ അന്തസ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തില്, സാക്ഷി പറയുന്ന കാര്യത്തില്, ഇതിലൊക്കെ വ്യത്യാസമാണ്. പണ്ടുണ്ടായിരുന്ന ഈ ദയാധനം എന്ന് പറഞ്ഞ രക്തപ്പണം, അതിന്റെ കാര്യത്തിൽ വ്യത്യാസമാണ്. അപ്പൊ മനുഷ്യരുടെ അന്തസ് എന്ന് പറയുന്നതിന് അതിന്റെ ഭാഗമാണ് അടിമത്തത്തെ അംഗീകരിച്ചു കൊടുക്കുന്നത്. അതോടെ അടിമത്തത്തെ ഇസ്ലാമിൽ അംഗീകരിച്ചിട്ടില്ലേ? അംഗീകരിക്കുന്നതിലേറെ അല്ല, അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് അതിൽ റെഗുലേഷൻസ് വെക്കുന്നത് അല്ലെ? ഞാനൊന്ന് പറയട്ടെ. ആ റെഗുലേഷൻ നിങ്ങൾക്ക് ഈ സ്ലേവറിയുടെ ചരിത്രങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാല് ലോകത്ത് അടിമകളെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇസ്ലാമിൽ അടിമകളെ മോചിപ്പിക്കാന്നാ പറയല്. എന്ത് കാര്യം? ഇപ്പൊ ഹജ്ജിന് പോണോടത്ത് തന്നെ ട്രിബിൾസ് വെച്ചാലൊക്കെ അതിന്റെ ഉള്ളിൽ ഇറങ്ങി പറയണോ? ഏറ്റവും വലിയ അടിമ കച്ചവടക്കാര് അറബികളായിരുന്നില്ലേ? മീൻസ് ഇസ്ലാമിക് ഖിലാഫത്തിന്റെ ആൾക്കാരായിരുന്നില്ലേ? അതിന് മുമ്പത്തെ കാര്യമാണ്. അതിന്റെ മുമ്പല്ലെങ്കിൽ ഇപ്പോഴല്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാനില് അടിമത്തത്തിനെ ലെജിറ്റിമൈസ് ചെയ്യാനുള്ള നിയമം പാസ്സാക്കിയവര്, ക്രിമിനൽ നിയമം. ഇപ്പൊ താരതമ്യേന വളരെ കുറവാണ്. പക്ഷെ അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറയുന്നത് മനുഷ്യർ ഇതിനെതിരെ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാനവിക ദർശനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യരുടെയും ഡിഗ്നിറ്റി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുണ്ടാക്കിയ നിയമത്തിലാണ് അടിമത്തം തെറ്റാവുന്നത്. അള്ളാഹുവിന്റെ നിയമത്തിൽ അടിമത്തം അനുവദനീയമാണ്. അത് ഈ അടിമത്തം നമ്മൾ എടുത്തു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും നീചമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് അടിമത്തം. ആ അടിമത്തത്തെ ഒരു ആശയ പ്രചാരണത്തിനുള്ള ഉപാധിയായിട്ട് ഉപയോഗപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് നബി. അതിന് അനുവാദം കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പൊ ഇത് ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഗോത്രത്തിന്റെ നിയമപുസ്തകത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു ദൈവികതയില്ല. ദൈവവിശ്വാസികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റില്ല ഈ സാധനം. നിങ്ങൾ ഒരുപാട് 5 മിനിറ്റോളം സംസാരിച്ചില്ല. ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞു സ്ത്രീകളെ, രണ്ടാമത് പറഞ്ഞു അടിമകൾ. അപ്പൊ സ്ത്രീകളെ കാര്യത്തിൽ ഇസ്ലാമിൽ നിങ്ങൾ പറഞ്ഞു സ്ത്രീകൾക്ക് കിട്ടുന്ന ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ 6-7 ദിവസം മാസക്കൂടി, മനസ്സിലായോ? മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നിസ്കരിക്കേണ്ട അങ്ങനെ അളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയറ്റിലുണ്ടാവും ആ കുഞ്ഞിനെ ചുമക്കലും ആ കുഞ്ഞിനെ ഇപ്പൊ പ്രയാസപ്പെടുന്നതിനൊക്കെ ഇസ്ലാം കൂലി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്ലാമില് സ്ത്രീകൾക്ക് സ്വത്തിന്റെ പകുതിയാ കിട്ടല്. പകുതിയാണ് ചിലവിൽ ആരോപ ഉന്നയിക്കലുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണം പറയാം. 10 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ
അവന് ചെലവഴിക്കണം, അവന് ലാബിലിറ്റി ഉത്തരവാദിത്താണത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 50,000 സൂക്ഷിച്ച് വെക്ക. 50,000 ഓളെ കയ്യിലുണ്ടായിരിക്കെ പുരുഷനോട് അധ്വാനിച്ചാണ് നയിച്ചുണ്ടാക്കിക്കാണ്ട് സ്ത്രീകൾക്ക് ചെലവെടുക്കൽ നിർബന്ധമാണ് ഇസ്ലാമികമായിട്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതങ്ങനെ നിങ്ങൾ നിയമം. പറഞ്ഞ പിന്നെ കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രശ്നം പൊരുത്തണ്ട. നമ്മളൊരു മനുഷ്യന്റെ ഞാൻ ജീവിതത്തിൽ പറഞ്ഞോട്ടെ. അല്ല ഒരു പോയിന്റ്, നിങ്ങൾ ഈ പ്രസവത്തിന്റെ കേസ് പറഞ്ഞു. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടയിലാണെന്നാണല്ലോ. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തില്, ഒരു സ്ത്രീയുടെ ജീവിതത്തില് പ്രസവവും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ 1, 2, 3 പ്രസവം എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ ഒരു 5 വർഷം 6 വർഷമാണ് ആകെ ചെലവഴിക്കുന്നത്. 6 വർഷമാണത്. ഇപ്പൊ ഒരു 3 പ്രസവം എന്ന് പറഞ്ഞാൽ 6 വർഷത്തെ 6 അല്ലെങ്കിൽ 7 വർഷം. അതാണ് അതിന്റെ ഒരു, അല്ലെങ്കിൽ ഇനിയിപ്പോ 8 വർഷം നോട്ടിക്കോളി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത കാലയളവിന്റെ 10% താഴെ വരുന്ന ഒരു കാലഘട്ടം ആണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ എൻഗേജ് ആവുന്നത്. അത് അവർ എൻഗേജ് ആവുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീ തനിയെ അങ്ങ് ഗർഭിണിയാവുന്നല്ലോ, അല്ല. അപ്പൊ അതിലൊരു പുരുഷന് അതിന്റെ പങ്കുണ്ടാവും. അപ്പൊ ആ പുരുഷനും അതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന്റെ ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് മാത്രം സ്ത്രീ നിർവഹിക്കുന്നു. അപ്പൊ ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീയും പുരുഷനെയും വിവേചനം കാണിക്കാൻ പറ്റുക? ബാക്കിയുള്ള കാലത്തൊക്കെയുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശം, അതിനെയൊക്കെ പാതിയായി വെട്ടിക്കുറക്കാനും അവരുടെ വീടിനകത്ത് ഈ പ്രസവത്തിന്റെയും കുട്ടികളെ വളർത്തലിന്റെയും കാര്യം പറഞ്ഞ് എല്ലാ കാലത്തും വീടിനകത്ത് പൂട്ടിയിടാനും ഒക്കെ നിങ്ങൾ പിന്നെ നിർബന്ധിക്കുന്നതിന്റെ ലോജിക്ക് എന്താണ്? സ്ത്രീകളെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഈ ഒരു പ്രസവത്തിന്റെ കാരണം പറഞ്ഞിട്ട്, പ്രസവത്തിന് ഇപ്പൊ ഒരു സ്ത്രീയുടെ പ്രസവത്തിന് ഒരു പുരുഷന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അല്ലെ? അറ്റ്ലീസ്റ്റ് പ്രസവം വരെയുള്ള കാര്യങ്ങൾ, ശാരീരികമായ കാര്യങ്ങൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞാല് പാല് കൊടുക്കൽ ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ പുരുഷനും ചെയ്തൂടെ? പ്രസവിച്ചു കഴിഞ്ഞാലാ ഞാൻ പറഞ്ഞത്. പ്രസവിച്ചു കഴിയുന്ന ആ ഒരു ഗർഭധാരണ കാലഘട്ടത്തിലെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിനെ വളർത്താനുള്ള കാലഘട്ടത്തിലെ ആദ്യത്തെ ഒരു വർഷം കൂടി 1-2 വർഷം ഈ പാല് കൊടുക്കുമ്പോൾ പോലും സ്ത്രീയുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 4-5 കൊല്ലം ഒരു കുട്ടി ഒരു 10, 12, 14 വയസ്സാവുന്നവരെ ഈ കുട്ടിയുടെ പരിപാലനം പുരുഷനും വേണി ചെയ്തൂടെ? ഇല്ലെങ്കിൽ ഇവർക്ക് രണ്ടു കൂട്ടർക്കും പങ്കിട്ട് ചെയ്തൂടെ? അപ്പൊ ഇതിൽ എന്ത് കാരണം? ഇതൊന്നും ഒരു കാരണമല്ല. എന്റെ പോയിന്റ് 4:34 അള്ളാഹു പറഞ്ഞ വചനാണ്. എന്താണ്? അള്ളാഹു ഫള് മാറ്റി കൊടുത്തു. ഞാൻ പൂർത്തിയാക്കില്ല. അപ്പൊ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ആനുകൂല്യം ഇങ്ങനെയുണ്ട്. അതുമാതിരി 50,000 കജിലുണ്ടെങ്കിൽ അത് അടിമത്തത്തിനുള്ള ഒരു ഇതാണ്. അടിമത്താണ്. സ്ത്രീകളുടെ ജീവിതം പുരുഷന് കീഴൊതുങ്ങിയിട്ടുള്ള ജീവിതത്തിൽ പുരുഷൻ ചെലവിന് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ നമ്മളിപ്പോ എന്റെ വീട്ടില് ഞാനൊരു പപ്പീനെ വളർത്തുന്നുണ്ട്, ഒരു പട്ടിക്കുട്ടിയുണ്ട്. അവന് ഞാൻ ഫുഡ് കൊടുക്കുന്നു, അവന് വേണ്ട, അവന് മാസത്തിൽ ഒരാളെ കൊണ്ടുപോയി അവനെ ട്രിം ചെയ്യുന്നു, മീൻസ് അവനെ ഗ്രൂം ചെയ്യുന്നു, അവന് വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ പൈസ ചെലവാക്കുന്നു. അത് എനിക്ക് അവനോട് ക്രൂരത കാണിക്കാനോ അനീതി കാണിക്കാനോ ഉള്ള ഒരു എന്തെങ്കിലും ആണോ? അത് നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിന് വേറെ സ്വന്തം ലോകം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് വലിയ അവകാശവാദമായിട്ട് പറയാനുള്ള കാര്യമല്ല. എന്റെ പോയിന്റ്, സ്ത്രീയെ ഈ അവസ്ഥയിൽ ആക്കിയത് അള്ളാഹുവാണ്. ഫള് കൂടുതൽ കൊടുത്തു പുരുഷന്, എന്നിട്ട് നിയന്ത്രണാവകാശം പുരുഷന്റെ കൈ കൊടുത്തു. എന്നിട്ട് അതിന് കാരണം പറഞ്ഞത്, ഞാനിപ്പോ 2 ദിവസം മുമ്പ് ഒരാളോട് സംസാരിച്ച കാര്യമാണ്. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞത് പുരുഷൻ തന്റെ കയ്യിലുള്ള ധനം ചെലവഴിക്കുന്നത് കൊണ്ടാണ്. ഈ ധനം ചെലവഴിച്ചുകൊണ്ട് പുരുഷൻ ഭർതൃത്വം എന്ന പദവി കരസ്ഥമാക്കിയിട്ടുള്ളതിന് പിന്നെ ധനം ചെലവഴിക്കുന്നത് കൊണ്ട് ഭർത്താവായതുകൊണ്ട് അല്ല, അതുകൊണ്ട് കൂടുതൽ ഉണ്ടല്ലോ. നിയന്ത്രണാധികാരം കൊടുക്കാനുള്ള കാരണം 4:34 ഖുർആൻ പറയണ എന്താ? പിന്നൊരു വിഷയം പറഞ്ഞതാലോ. പിന്നെ ഈ ആദ്യ കാര്യങ്ങള് ഇതുപോലെ കച്ചവടത്തില്, നിക്കാഹില്, ജിനായാത്ത്, അക്രമപരമായ ഇതിലൊക്കെ 2-3-4 ഓപ്ഷൻ ഉണ്ട്. ഇത് മാത്രല്ല, ഇത് നിയമം എന്നുള്ള നിലക്ക് പോവാണെങ്കിൽ ഞാനും പറയട്ടെ, ഇതിങ്ങനെ തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ അവസ്ഥയുണ്ട്. രണ്ടാൾക്കും ഇഷ്ടത്തിൽ പോവാണെങ്കിൽ റിവ ഉണ്ടെങ്കിൽ അറിയാം അറബിയില്. തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, അതിനൊക്കെ തിരക്കടൊന്നുമില്ല. കുറെ വിഷയത്തില് നിങ്ങൾക്ക് റിവ ഉണ്ട്, തൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മസാല. അത് മനസ്സിലായി, റിളയുടെ കാര്യമല്ല. അപ്പൊ ഇതിലിങ്ങനെ മസാല പിടിച്ചിക്കേണ്ട ആവശ്യം. ഹലോ, ഫിക്ക് തന്നെ റിവ ഉണ്ടെങ്കിൽ ഫിക്ക് മറ്റേ മസാല. എല്ലാത്തിലും ഞാൻ മസാല പിടിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാൻ ചോദിക്കുന്നത് ബേസിക്കലി ഈ റിള എന്ന് പറഞ്ഞാല് ആ ഭർത്താവും കൂടി തീരുമാനിക്കണ്ടേ? ഇനി ഓക്ക് തോന്നാണ് ഓക്ക് ഇപ്പൊ അല്ല, ഞാൻ ഓൾക്ക് ഭക്ഷണം തോന്നിയിട്ടല്ല, ഞാൻ ഓൻക്ക് പറയട്ടെ ഓൻ വിചാരിക്കണ്ടേ ബോസെ നീക്കുപോക്കാവാം, ആ ഫിഖഹിനെ ആ മറികടക്കുന്ന തരത്തിൽ നമുക്ക് ജീവിക്കാം എന്ന്. ആ റിളാഹിൽ മറികടക്കല്ല ഇയാളൂടെ പങ്കാളിത്തല്ലേ? മറികടക്കുക എന്നുള്ള അർത്ഥം വെച്ചെടുക്കണ്ട. അതിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ റിവ എന്ന് പറഞ്ഞിട്ട് ഫത്തുൽ മീനും തൂഫയിലൊക്കെ നമുക്ക് പറയും. ഇത് റിവ ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വേറെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് ഭർത്താവിന് ഭാര്യക്ക്. പക്ഷെ ഈ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പുറത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ അടുത്ത് പൈസ ഉണ്ട് നമുക്ക് എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താലൊക്കെ അതൊക്കെ എടുക്കാം. ആ ഞാൻ നീക്ക് പോക്ക് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഇപ്പൊ ഇവരൊന്നും ഇങ്ങനെ ഒരു സ്ത്രീ ചിന്തിച്ചാണ്ട് ഇതാവാനൊന്നും ഇല്ല. അല്ല, ആ ഞാൻ നിയമ പറഞ്ഞത് ആ നിയമത്തിൽ അല്ല, ഇതിലൊക്കെ ആ അങ്ങനത്തെ വരച്ച വരയിൽ തന്നെ പോണമെന്നൊന്നുമില്ല. അല്ല, വരച്ച തൃപ്തി വരയുടെ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് കൊടുക്കാൻ വേറെ വകുപ്പുണ്ടോന്നല്ല നമ്മൾ ചോദിക്കുന്നത്. വരച്ചതിന്റെ കോലാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ വര അനീതിയാണോ അല്ലേ, ഇതാണ് ചോദ്യം. അല്ലാതെ ഇതിൽ തൃപ്തി ഉണ്ടെങ്കിൽ അങ്ങനെ പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ തൃപ്തി പോവാ, ഉണ്ടോ ഇല്ല അതിനൊക്കെ ഉണ്ട്. എന്നുള്ളത് രണ്ടാമത്തെയാണ്. ഞാൻ പറഞ്ഞത് കവ്വാം എന്നുള്ള അവസ്ഥ. മനസ്സിലായില്ല? കവ്വാമൂന എന്നാണല്ലോ ഖുർആൻ പുരുഷനെ കുറിച്ച് പറയണത്. ഏത് അരിജാലു കവ്വാമൂന അല്ല നിസാ അല്ലേ? നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ 4:34 ഇവിടെ സൂറത്ത് നിസായിലെ 34-ാമത്തെ വചനം. തഫ്സീറൊന്നും ഇവിടെ ഇല്ല, നോക്കണം. തഫ്സീർ ഒന്നും ഇല്ല, വേണ്ട. നമുക്ക് ഖുർആൻ തന്നെ അത് ആ വചനം തന്നെ അതിന് മതിയായ തഫ്സീറാണ്. അങ്ങനെയല്ല ഞാൻ ബോസേ, വേണമെങ്കിൽ ഞാനൊന്ന് അറബിയിൽ വായിക്കാം. നിങ്ങള് മലയാളി അങ്ങനെയല്ല. ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ഹലോ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ എളുപ്പമുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. ഈ അറബി ഈ തഫ്സീർ ജലാലൈനോ കേട്ടില്ലേ? ഒക്കെ കേട്ടുന്നു. അതൊന്നും കൂട്ടാതെ നമ്മൾ വെറും ഖുർആൻ മാത്രം അർത്ഥം വെച്ചാൽ നമുക്കൊന്നും തിരിയില്ല. ജലാലൈനിയോ അല്ലെങ്കിൽ ഇനിയിപ്പം റാസിന്റെ തഫ്സീറോ ഏത് വേണമെങ്കിൽ, ഇനിയിപ്പോ പുതിയത് വേണമെങ്കിൽ പുതിയത് എടുക്കാം. ഏതെടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് അറബി മൂലത്തിൽ വ്യത്യാസം വരില്ലല്ലോ. അരിജാലു ഖവ്വാമൂന അല നിസാഇ എന്ന് പറഞ്ഞിട്ട് അള്ള പറയണത് ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാണ്. എന്താണ്? അള്ളാഹു ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് ശ്രേഷ്ഠ കൊടുത്തതുകൊണ്ട് അല്ലേ? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് പുരുഷൻ അവന്റെ കയ്യിലുള്ള ധനം ചെലവഴിച്ചത് കൊണ്ടുമാണ്. 4:34 സൂറത്ത് നിസായിലെ 34-ാമത്തെ വചനം. റളിയത്തല്ല ഇവിടെ കിടക്കുന്നത്. നിയമം ഇവിടെ പറഞ്ഞത്. നിയമം പറയാണ്. അല്ല, അത് ഖുർആൻ വചനല്ലേ? ഇതിന് വിരുദ്ധമായ ഖുർആൻ വചനം ഉണ്ടോ? അത് പറഞ്ഞോളി. അല്ല, അങ്ങനെ ഒരു മസല എന്നുള്ള ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ ഇതെന്തോന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളൊരു അടി അടിച്ച് ഉദാഹരണം പറയാട്ടോ. അപ്പൊ നിങ്ങൾക്ക് നേരെ ഇന്നെ തിരിച്ചടിക്കാം. പക്ഷെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരികയും ചെയ്യാം, ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരിച്ചടിക്കാം. രണ്ട് ഇസ്ലാമിൽ എന്താണ് പറ്റും? ആയിക്കോട്ടെ. അടിക്കാനുള്ള അനുവാദത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച. അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല. ഒരാളെ അടിക്കാനുള്ള അനുവാദം ഉണ്ടെങ്കിലോ തിരിച്ചടിക്കാൻ പറ്റുമോ? അടിക്കാൻ അങ്ങനെ പറ്റൂല. അത്യാവശ്യ ഘട്ടങ്ങളിലേ പറ്റുള്ളൂ. അങ്ങനെ അടിക്കാൻ അനുവാദം കൊടുത്ത ഒരാളെ അടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റുമോ? ആ ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യക്ക് ഒരു ചെറിയ അടി കൊടുത്താൽ ഭർത്താവിനെ തിരിച്ചടിക്കാൻ ഭാര്യക്ക് അനുവാദം ഉണ്ടോ? ഭർത്താവ് ഭാര്യനെ തിരിച്ച് ഒന്ന് കൊടുത്തു, വെറുതെ അല്ല, എന്തോ ഒരു കാര്യത്തിന് അനുസരണക്കേട് കാണിച്ചു. കാരണമുണ്ടല്ലോ. അപ്പൊ കാരണമുണ്ട്. അപ്പൊ ആ കാരണത്തിന് തിരിച്ചു അതേപോലത്തെ ഒരു അനുസരണക്കേടിന് ഭർത്താവിനെ തിരിച്ചടിക്കാൻ പറ്റുമോ? അതിനടിയിൽ തന്നെ ഓവറാകാനും പാടില്ല. ഇസ്ലാം പറയുന്നത് ഓവറൊക്കെ വിടി. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഒരു ഓലക്കൊടി എടുത്തിട്ടൊന്ന് മിന്നടായാലും കുഴപ്പമില്ല, പ്രതീകാത്മകമായ അടിയാണെങ്കിലും കുഴപ്പമില്ല. ഒരു മനുഷ്യനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിത്വത്തിന് അപമാനിക്കലാണ്, അല്ലേ? ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുകളിൽ അധികാരം പ്രയോഗിക്കലാണ് അടി, അല്ലേ? അത് നോക്കണം, സന്ദർഭം നോക്കണം. ഏത് സന്ദർഭത്തിലും അല്ലല്ല, ഗുരുശിഷ്യന്മാരാകുമ്പോ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പുരുഷൻ അല്ലെങ്കിൽ ഗുരു ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷനിലും ഈ കുട്ടി ഈ അടി കൊള്ളാൻ പാകപ്പെട്ടവനുമായിട്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ ഈ വചനം തന്നെ നിങ്ങളൊന്ന് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കി. അരിജാലു ഖവ്വാമൂന അല നിസാഇ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, അതാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു ആണ് ഈ വിവേചനം ഉണ്ടാക്കിയ ആള്. വമിമാ അൻഫഖു മിൻ അൻവാലിഹിം, ഇതിന്റെ വിശദീകരണത്തിൽ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് നിക്കാഹിന് പൈസ കൊടുത്താണോ ഒന്ന്, മഹറാണോ ഒന്ന്. അവകാശമല്ലത്. ഈ ധനത്തിന് പകരമായിട്ട് ഇവന് വകവെച്ചു കൊടുക്കേണ്ടത് എന്താണ്? ആജീവനാന്തം ഈ ശരീരം, അല്ലേ? ഓർക്ക് രണ്ടാക്കും
തോന്നുമ്പോഴൊക്കെ അങ്ങനെ ഓൾക്ക് രണ്ടാക്കും തോന്നണ്ടാവും. ഓനക്ക് തോന്നിയാ മതി, ശരീരബന്ധത്തില് ഓനക്ക് തോന്നിയാ മതി. ഓൾക്ക് മൂടില്ലെങ്കിലോ? അതൊക്കെ ഓൾക്ക് ഇഷ്ടം പോലൊക്കെ ചെയ്യാം. അതൊക്കെ ഓൾക്ക് അയിമ മൂടില്ല പറഞ്ഞാലോ? ഓൾക്ക് അയിമല് വേണം, ഓൾക്ക് മൂടില്ല എന്ന് പറയാൻ ഓൾക്ക് അവകാശം ഉണ്ടോ? അതൊക്കെ ഓലെ ഇഷ്ടം പോലൊക്കെ അല്ല, ചെയ്യാം. ഓൾക്ക് ഇഷ്ടം, അതിന് ഓൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ ചെലവിന് കൊടുക്കണോ? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ജീവിത തൃപ്തി ഉണ്ടെങ്കിൽ ജിള്ള നെയിലും കൊടുക്കാം. അല്ല ഞാൻ ചോദിച്ചത്. നമ്മള് ഇതിനകത്തുള്ള വിട്ടുവീഴ്ചകളും ലൂപ്പ് ഹോളും അല്ല ചോദിക്കുന്നത്, ലിഖിതമായ നിയമമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ റൂട്ട് ഉണ്ടല്ലോ, ഉം ഹലോ, ഉം അതാ വരച്ചതിൽ തന്നെ പോണി കുറച്ച് പണിയുണ്ട്. അല്ല, വരയാണ് പ്രശ്നം. അതിനാണ് വര വേറെ ചോയ്സ് വര ഉണ്ടല്ലോ ഫ്ലെക്സിബിൾ ബോസേ. ആവണം എന്നല്ല ഞാൻ പറയണത്. വര നമ്മൾ വരക്കുമ്പോ, നിയമത്തിന്റെ വര വരക്കുമ്പോ അത് നീതിയുക്തമായിരിക്കണം. അനീതി പക്ഷെ ഉണ്ടാവാൻ പാടില്ല. ഒരാളോട് അനീതി ഉണ്ടാവാൻ പാടില്ല. ഇനി വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. അല്ലെങ്കിൽ എന്താ? ഇഷ്ടമല്ലെങ്കിൽ എന്താ? ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഹറിന്റെ കാര്യം ഉണ്ടല്ലോ, നേരത്തെ നിങ്ങൾ പറഞ്ഞു, അതിപ്പോ ഓളെ അവകാശം. ഓള് പറയാണ് ഇച്ച് കുഴപ്പമില്ല, എന്നാ നിർബന്ധമില്ല. അത് ഓൻക്ക് കിട്ടുന്ന ആനുകൂല്യല്ലേ? അവൾക്ക് എന്താ ആനുകൂല്യം? ഇപ്പൊ ഈ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാ? എന്നിട്ട് അത് അവിടെക്കട്ടെ, ഞാൻ മൊത്തത്തിൽ പറയാം, ചിലപ്പോ നിങ്ങൾ മഹർ കൊടുത്തോന്ന് അറിയില്ല. ഞാൻ മഹറൊക്കെ കൊടുത്തിന്ന്. അപ്പൊ ഓള് പറയാണ് എന്റെ ഇക്കാക്ക് മഹറൊന്നും തരണ്ട, എന്നാ നിർബന്ധമില്ല. അത് ഓൻക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം, ഓൻക്ക് അതും കൂടി ലാഭം, അത്രേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ നിക്കാഹിലൂടെ ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് അങ്ങനെ ഒരു മിനിറ്റ്, അതുകൊണ്ട് ഇപ്പൊ മഹറിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. 10 പവൻ മഹർ പറഞ്ഞു, വേണ്ട എനിക്ക് 2 പവൻ മതി എന്ന് പറഞ്ഞ് 8 പവൻ തിരിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് ഈ സ്ത്രീയുടെ മുകളിൽ പുരുഷന്റെ നിയന്ത്രണാധികാരത്തിൽ എന്തെങ്കിലും കുറവ് വരുമോ? ഈ മഹറിന് പകരമായിട്ട് സ്ത്രീ ശരീരം പുരുഷന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇളവുണ്ടോ? നിയമത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, നിയമം അങ്ങനെ തന്നെയല്ലേ? ഇത് പബ്ലിക്കായി വിടണോണ്ടേ കീഴ്പ്പെടുത്താന്നുള്ള അർത്ഥങ്ങൾ കീഴ്പ്പെടുത്താൻ തന്നെയാണ്. അരിജാല കവ്വാമുന, നിയന്ത്രണാധികാരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് മറ്റാൾ വരിക. പറഞ്ഞത് രണ്ടാക്കും മൂടുണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ രണ്ടാക്കും മൂട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇസ്ലാമിൽ ഇല്ല സുഹൃത്തെ. നിങ്ങള് വായിക്കാത്തൊന്നല്ലോ. പിന്നെ നിങ്ങൾ പത്തുൽമയും വായിക്കാത്തൊന്നല്ല. നിങ്ങൾ ഫൈനലി ആവുമ്പോ എന്തായാലും പത്തുൽമയും വായിച്ചിട്ടുണ്ടാവല്ലോ, ഒമ്പതും വായിച്ചിട്ടുണ്ടാവില്ലേ? ശരിക്കും കിതാബ് ഓതി പഠിച്ചാണ്. അല്ല, ഒമ്പതും വായിച്ചിട്ടില്ലേ? ശരിക്കും കിതാബ് ഓതി പിന്നെ നിങ്ങൾ പറയാൻ പാടില്ല. അതായത് ഒരു ദിവസം എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് അന്ന് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ടോ? അത് മസാലപരമായി നോക്കുമ്പോ അങ്ങനെയാണ്. പിന്നെ ഒരു ഹദിയാന്നോ അല്ലെങ്കിൽ അല്ല, മസാല പിന്നെ ഓശാരം വേണേ കൊടുക്കാം. ഓശാരം പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞ സ്ത്രീയുടെ അവകാശ നിഷേധം, അതിനൊക്കെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതിനൊന്നും ബേജാറാവണം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതെങ്ങനെയാ ഞാൻ കണക്ട് ചെയ്യുന്ന പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞത് സ്ത്രീകളുടെ സമ്പത്തിലുള്ള വിവേചനത്തിന്റെ കാരണമായിട്ട് പറഞ്ഞത് സ്ത്രീ ഒന്നും ചെലവാക്കണ്ട, അവൾക്ക് എല്ലാം പുരുഷൻ ചെലവാക്കും എന്നാണ്. ഉള്ളുണ്ടെങ്കിൽ ചെലവാക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ചെലവിന്റെ സംരക്ഷണം സ്ത്രീയുടെ സംരക്ഷണവും ചെലവും എല്ലാം പുരുഷൻ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ പറയുന്നിടത്ത് ആ ചെലവ് നിബന്ധനകൾക്ക് വിധേയമാണെന്നും മഹറിന് പകരമായി പുരുഷന്റെ അവകാശമായി സ്ഥാപിച്ചു കിട്ടിയിട്ട സ്ത്രീ ശരീരം അവന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കൽ സ്ത്രീയുടെ ബാധ്യത ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ ചെലവ് നിർബന്ധമുള്ളൂ? അങ്ങനെയല്ലേ മസാല, അങ്ങനെയല്ലേ ഫിഖ്? സ്ത്രീയുടെ അതായത് സ്ത്രീ മഹർ കൊണ്ട് പുരുഷന്റെ അവകാശമായിട്ട് മാറിയിട്ടുണ്ട് സ്ത്രീ ശരീരം സുഖാസ്വാദനത്തിന്, അല്ലേ? ആണ്. ആ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ചാൽ അന്നേ ദിവസത്തെ ചെലവിന് കൊടുക്കൽ പുരുഷന് ബാധ്യതയുണ്ടോ? ബാധ്യത എന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്. മുസ്ലിം പുരുഷന്മാർ കൊടുക്കാറുണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത് കേട്ടോ. മതപരമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വര അനുസരിച്ച് കൊടുക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണോ എന്നാണ് ചോദ്യം. അല്ല. അപ്പൊ ആ ചെലവിന്റെ നിയന്ത്രണം, ആ ചെലവിന് കൊടുക്കൽ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്? അപ്പൊ ഇത് കീഴ്പ്പെടുത്തൽ തന്നെയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാന് വകയില്ലാത്ത സ്ത്രീ മൂടില്ലെങ്കിലും ഭർത്താവിന് വഴങ്ങി കൊടുക്കാൻ നിർബന്ധിതരാവും. പിന്നെ ശക്തമായ ബുദ്ധിമുട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ തന്നെ ശക്തമായ ബുദ്ധിമുട്ടൊന്നും വേണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മൂടില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യ പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾക്ക് മൂടില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ ഇത് സ്ത്രീയുടെ കാര്യത്തിൽ പരിഗണിക്കുന്നില്ലാന്ന്. അപ്പൊ ഏതർത്ഥത്തിൽ നോക്കിയാലും സ്ത്രീ വിവേചനം ഓപ്ഷണലാണ് സുഹൃത്തെ. അത് പിന്നെ വരയാണ് നിയമത്തിന്റെ വരയാണല്ലോ ഒരു കാര്യത്തിന്റെ മാനദണ്ഡം.
ഇപ്പൊ ഒരു പുരുഷൻ ഇപ്പൊ തീരുമാനിക്കുകയാണ്, ഞങ്ങള് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് റളിയ അവിടെ നിൽക്കട്ടെ. ഒരു പുരുഷൻ തീരുമാനിക്കുകയാണ് ഒരു സ്ത്രീ ആഴ്ചയിൽ 2 ദിവസമാണ് ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നുള്ളൂ, അവൾക്ക് അങ്ങനെ മൂടുള്ളൂ, ബാക്കി ആ 4 ദിവസം ചെലവിന് കൊടുക്കാൻ ഈ പുരുഷന് നിയമപരമായി ബാധ്യതയില്ല. അയാൾ പറയുന്നു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ മഹറും കൊടുത്താനെ കല്യാണം കഴിച്ചു വന്നത്, ഈ സമ്മതിക്കണില്ല, ഈ ചെലവിന് തരാൻ പറ്റൂല, ആ ദിവസം ഞാൻ ചെലവിന് തരൂല. ആഴ്ചയിൽ 2 ദിവസം ഇയാൾ ചെലവിന് കൊടുക്കും, ബാക്കി 4 ദിവസം ചെലവിന് കൊടുക്കൂല. ഈ സ്ത്രീ ഒരു കാളിയുടെ അടുത്ത് പോയിട്ട് ഈ കാരണം പറഞ്ഞാൽ സ്ത്രീക്ക് നീതി കിട്ടുമല്ലേ? കാരണം കാളിക്ക് ഫിക്ക് അനുസരിച്ചല്ലേ വിധിക്കാൻ പറ്റുള്ളൂ, ഉം, അല്ലേ? ഉം. അപ്പൊ ഇത് തരം അടിമപ്പെടുത്തലാണ്, കീഴ്പ്പെടുത്തലാണ്. അത് തന്നെയാണ് അരിജാലു ഖവ്വാമൂന അലൻ നിസായി എന്ന് പറഞ്ഞതിന് ശേഷം, അള്ളാന്റെ ഫളല് കൊടുക്കലിന് ശേഷം അള്ളാഹ് ഖുർആനിൽ പറയാണ് ബബിമാ അൻഫഖു മിൻ അംവാലിഹിം എന്ന്. പുരുഷനാണ് പൈസ ചെലവാക്കണത്, അതുകൊണ്ട് പുരുഷന് നിയന്ത്രണാധികാരമുണ്ട്. അത് കഴിഞ്ഞിട്ട് അള്ളാഹ് നിർത്തിയോ? ഇല്ല. ഫസ്വാലിഹാത്തു ഖാനിതാത്തു ഹാഫിളാത്തുൻ എന്നാണ് പറയുന്നത്. ഖാനിതാത്തുൻ ഹാഫിളാത്തുനാണ്. ഖാനിതാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിക്കുക, അല്ലേ? അപ്പം ഉത്തമയായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ധനം ചെലവഴിച്ച് അധികാരം സ്വന്തമാക്കിയുള്ള പുരുഷനെ അനുസരിക്കുന്നവളാണ് ഏറ്റവും ഉത്തമയായ സ്ത്രീ. ഇവിടെ അള്ളാഹു ആണ് ഈ ഒരൊറ്റ വരി മതി, ഖുർആനിലെ ഒരു വരി മതി. ഇത് മര്യാദക്ക് അർത്ഥറിഞ്ഞ ഒരു സ്ത്രീക്ക്, ആത്മാഭിമാനമുള്ള സ്ത്രീക്ക് ഇസ്ലാമിനകത്ത് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കിയൊക്കെ വിട്ടാളി. അതിനിങ്ങനെ നിങ്ങൾ ഇത് പറഞ്ഞല്ലോ, ഈ ആ വരച്ച വരയിൽ പെട്ടത് തന്നെയാണോ റദിയ തൃപ്തി ഉണ്ടെങ്കിലും എന്നുള്ളതും? തൃപ്തി ഉള്ളത് അത് ഇപ്പൊ ഓപ്ഷണലാണ് നിങ്ങൾ സുഹൃത്തെ. ഈ കച്ചവടം നടത്തില്ല, ഈ തൃപ്തി വിഷയം അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നിടത്ത് തന്നെ ഓപ്ഷണലാണ്. അത് രണ്ടാക്കും തൃപ്തി വേണം. സ്ത്രീക്ക് തൃപ്തിനായിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. പുരുഷൻ തൃപ്തിപ്പെടണ്ടേ? ഈ ഹക്കുകളിലൊക്കെ അങ്ങനെ വരിക, ഹക്കെന്താ? ഇത് ഹക്കല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം. ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ ഇയാൾ 4 ദിവസം ചെലവിന് കൊടുക്കൂല എന്ന് തീരുമാനിച്ചാൽ അതിൽ അയാൾക്ക് ഹക്കല്ലേ? അയാളുടെ ഹക്കല്ലേ? 4 ദിവസം ചെലവിന് കൊടുക്കൂല വെച്ചാൽ അയാൾ 2 ദിവസം സ്ത്രീ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കണുള്ളൂ, ഓൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഓൾക്ക് മൂടില്ല, ഓൾക്ക് അത്ര താല്പര്യമുള്ളൂ, ഒരാഴ്ചയിൽ 2 ദിവസം മതി എന്നാണ് അവളുടെ തീരുമാനം. ആ 2 ദിവസത്തിന് ഞാൻ ചെലവിന് വരുള്ളൂ, 4 ദിവസം ഞാൻ ചെലവിന് തരൂല എന്ന് ഈ ആള് നിലപാടെടുത്താൽ അത് അയാളുടെ ഹക്കാണോ? അല്ലേ? അയക്ക് അതിനകത്ത് ഹക്കിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആവണില്ല, നിങ്ങളെ ശബ്ദം പോയി. നേരത്തെ പറഞ്ഞ പോയിന്റിൽ കൊടുക്കുക. അല്ല, അത് വേറെ സാധനമാണ്. അത് ഓപ്ഷണൽ ആയിട്ടുള്ള സമവായം വേറെ സാധനമാണ്. അതിന് വേറെ മതബുക്ക് പോയാൽ ചിലപ്പോ വേറെ ഉണ്ടാവും, അതൊക്കെ ഉള്ളിലുള്ളതാണ്. നമ്മൾ പറഞ്ഞത് ഖുർആൻ അനുസരിച്ചിട്ടാണ്. ഖുർആൻ പറഞ്ഞാൽ ഒക്കെ ഖുർആൻ നമുക്ക് കിട്ടൂല. ഇത് ഞാൻ പറഞ്ഞാൽ ഈ ഒരൊറ്റ ആയത്ത് നല്ലോണം നല്ല മര്യാദത്ത് 4:34 ഒന്നാമത്തെ ഭാഗം മാത്രം, അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ പിന്നെ അടിച്ചോളാൻ പറയണത് വേറെ ഉണ്ട്. നമ്മൾ ഇത്രയും ഭാഗം തന്നെ മതിയായതാണ് ഇത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു നിയമമാണ് എന്ന് തീരുമാനിക്കാൻ. അപ്പോ ഇങ്ങനെ ഞാൻ ഒരു വിഷയത്തിൽ ഒരായത്തപ്പെട്ട് നമ്മൾ സംസാരിച്ചത്. ഇങ്ങനെ ഈ ഖുർആന് ഒരു പരിധി വരെ നമ്മൾ ഇങ്ങനെ ഗവേഷണം ചെയ്തും സംസാരിച്ചും പഠിച്ചും തർക്കിച്ചും എഴുതിയും ഇതിനകത്ത് ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലെ മനുഷ്യന്മാർക്ക് എടുക്കാൻ അതിനകത്ത് ഒരു കുന്ത്രാണ്ടോ അതിനകത്തില്ല. വെറുതെ അതിന്റെ പേരും പറഞ്ഞ് തർക്കിച്ചും തല്ലൂടി മനുഷ്യന്മാർ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും എത്രയോ അറിവുള്ളവരാണ് നമ്മളെ നാട്ടിലെ ഏറ്റവും വിദ്യാഭ്യാസവും വിവരം കുറഞ്ഞ ആള് പോലും ഈ ഖുർആാനുള്ളതിനേക്കാളും അറിവുള്ള ആളാണ്. അയാൾക്ക് സാമൂഹിക ബോധമുള്ള ആളാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനത്തെ കടുംപിടുത്തം പിടിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം അവർ ഈ ഖുർആന്റെ മൂല്യത്തിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ജീവിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോയാൽ അവിടെ സ്ത്രീകളെ കിട്ടും തോന്നുന്നുണ്ട് ഈ കാലത്ത്. അപ്പൊ ഇതാണ് പ്രശ്നം. അല്ല, നമുക്കിപ്പോ ഇതിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നമ്മൾ ഇസ്ലാം ദീൻ വന്ന് കടിച്ചിട്ടൊന്നുമില്ല, ഖുർആൻ നമ്മൾ കടിച്ചിട്ടൊന്നുമില്ല. നമ്മളെ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഭാഗമായിട്ട് ഇത് ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാര് പിടിച്ചു വെക്കേണ്ടതോ കെട്ടിപ്പിടിക്കേണ്ടതോ ഒന്നായിട്ടുള്ള ഒന്നുമില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് അതുകൊണ്ടാണ്. ഇതിലിങ്ങനെ പിടിച്ചു വെക്കാൻ ഇപ്പൊ എന്താ ഇതിനകത്തുള്ളത്? ഒന്നുമില്ല.
അതൊക്കെ ഞാൻ പറഞ്ഞതിൽ പെടുത്താം. ഇതൊന്നും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ആവശ്യമില്ല. റളിയാണ് ലഘുണ്ടെങ്കിൽ പറഞ്ഞാൽ റളിയ എന്ന് പറഞ്ഞ ഓപ്ഷണൽ അല്ലേ സുഹൃത്തെ? അതല്ല, അതൊക്കെ അതിലിങ്ങനെ നമ്മളിങ്ങനെ അതിൽ പിടിച്ചിക്കണം. എന്നാ ഏതാ വചനം പറഞ്ഞ നമുക്ക് എടുക്കാം. ഏത് നിങ്ങൾ ഈ റളിയ പിന്നെ റളിയ എന്താ റളിയ? റളിയ പറഞ്ഞപ്പോ സ്ത്രീക്ക് പുരുഷന് ഇപ്പൊ ആ സാരില്ല. ശാരീരിക ബന്ധത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞു മൂടില്ല. ഇപ്പൊ മൂടില്ല കുഴപ്പമില്ല. അതിന് തിന്നാ അത് കുഴപ്പമില്ല. എന്നാ ശരി, സമ്മതിച്ചു കൊടുക്കാൻ ഭർത്താവിന് അവകാശം ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അല്ല അപ്പൊ അങ്ങനെ അന്നേർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ഞാൻ ചോദിക്കും, നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തോ? എന്ന് എനിക്ക് നിങ്ങളെ വോയിസ് കേൾക്കില്ല. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയാൽ. അല്ല, അത് പുരുഷൻ സ്ത്രീയോട് അലിവ് കാണിക്കോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അലിവ് കാണിക്കൽ പുരുഷന്റെ ഓപ്ഷനാണ്, അത് ഔദാര്യാണ്, അത് സ്ത്രീയുടെ അവകാശം അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിയമങ്ങൾ എന്തിനാണ്? നിയമങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത് അനീതി തടയാനാണ് നിയമം. ഒരു കാര്യത്തിൽ ഒരാൾക്ക് അനീതി ഉണ്ടാവാതിരിക്കാനും മിനിമം കാര്യങ്ങൾ പാലിക്കപ്പെടാനാണ് നിയമം ഉണ്ടാക്കുക. ആ നിയമം തന്നെ അപാകത ഉള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആ നിയമത്തില് പിന്നെ ഇപ്പം എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പൊ 500 റുപ്യെങ്കിലും മിനിമം ചെലവിന് തരണം എന്നാണ് വിധിയെങ്കിൽ 1000 കൊടുക്കാൻ പാടില്ല എന്ന് അതിനർത്ഥമല്ല. പക്ഷെ 300 കൊടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അങ്ങനെയല്ലേ? അതിനാണല്ലോ നിയമത്തിന്റെ വരാന്ന് പറഞ്ഞത്. അതേ സമയത്ത് 1000 600 ആവശ്യം ഉണ്ടായിരുന്നു, 500 കിട്ടുന്നുള്ളൂ പറഞ്ഞ പരാതി കൊടുക്കാൻ അപ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല. അതാണ് ഈ 500ന്റെ വര. ഇതാണ് ഈ നിയമത്തിലുള്ളത്. ഞാൻ പറയുന്നത് നിയമം, ഇസ്ലാമിന്റെ നിയമം. മുസ്ലിങ്ങൾ പിന്നെ അതിനപ്പുറത്തേക്ക് കടന്ന് വിശാല മനസ്കരായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എല്ലാ കാലത്തേക്കും ഏറ്റവും ഉത്തമമായ മതനിയമം എന്ന് അവകാശപ്പെടുന്ന ഈ നിയമം അപര്യാപ്തമാണ്. അത് അനീതി നിറഞ്ഞതാണ്. അത് അനീതി പല വിഭാഗത്തോടുണ്ട്. അടിമകളോടുണ്ട്, സ്ത്രീകളോടുണ്ട്, കുട്ടികളോടുണ്ട്, അതേപോലെ ഇതര മതസ്ഥരോടുണ്ട്. അങ്ങനെ ഇതിനൊരു സാമൂഹികമായിട്ടുള്ള നീതി ഒന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല ഇത്. അതിനുള്ള സ്റ്റഫ് ഈ സാധനത്തിനകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇതിപ്പോ 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞോളൂ. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഉറപ്പല്ലേ? ഞാൻ അതിന്റെ ലിങ്ക് അയച്ചുതരാം. നിങ്ങളതൊന്നും കൂടി കേട്ടിട്ട് എന്തെങ്കിലും മറുപടികൾ ഉണ്ടെങ്കിൽ വിളിക്കും. നമ്മളിപ്പോ സംസാരിച്ച തന്നെ ഇനിയിപ്പോ നിങ്ങൾ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഖദർ ഖലായിൽ കുറച്ചുകൂടി അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് പറയാവുന്നതോ വിശാലത ഉണ്ടെങ്കിലൊക്കെ ഇതിനുള്ളിലുള്ളതാണ്. ഖദർ ഖലായിൽ മനസ്സിലാക്കാണ്ട് വേറെ ഇപ്പൊ ഒന്നും സംഗതിയല്ല. അല്ല, സംഗതി ഇപ്പൊ എന്താ ഇതൊക്കെ കുഴപ്പമെന്ന് വെച്ചപ്പോ ഒരു കുഴപ്പമില്ല. കുഴപ്പം കാണാത്തവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വിശാലത മനസ്സുണ്ടെങ്കിൽ മറ്റേ ഒരു വിശാല മനസ്കത ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വിഭാഗം കുറച്ചൊന്ന് വെള്ളം കുടിച്ചു. എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു വിഭാഗത്തോട് അനീതി പ്രകടമായി എഴുതി വെച്ച ഒരു നിയമത്തിൽ അനീതിക്ക് പാത്രമാകുന്നവരോട് മറ്റവർ അലിവ് കാണിക്കുന്ന വിശാലത അത് പരിഹാരമല്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം, സ്വത്തിന്റെ കേസ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം. മകനും അവര് വാപ്പാക്ക് 3 മക്കളാണ്, 3 ആൺമക്കളാണ്. ഈ 3 ആൺമക്കളില് മൂത്ത ആള് മരിച്ചു, വാപ്പ ജീവിച്ചിരിക്കെ മരിച്ചു. ആ മൂത്ത ആൺമക്കൾക്ക് 2 പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ 2 ആൺകുട്ടികൾ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ വല്യപ്പാന്റെ സ്വത്തില് ഈ പേരക്കുട്ടികൾക്ക് അവകാശം ഉണ്ടോ? വല്യപ്പാന്റെ സ്വത്തിൽ പേരക്കുട്ടികൾക്ക് ഇല്ല. ഇല്ലല്ലോ. മക്കളുള്ളതുകൊണ്ട് തടയപ്പെടും. അപ്പൊ പിന്നെ ആ മക്കളുള്ളതുകൊണ്ട് തടയപ്പെടും. അതേ സമയത്ത് ഈ മകൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ മകനിലൂടെ ഈ സ്വത്ത് ഈ കുട്ടികൾക്ക് എത്തുമായിരുന്നില്ലേ? മകൻ ജീവിച്ചിരുന്നെങ്കിൽ വാപ്പാന്റെ സ്വത്തിന്റെ ഒരു അംശം ഈ കുട്ടികളെ വാപ്പാക്ക് കിട്ടുമായിരുന്നില്ലേ? മകന് പേരക്കുട്ടിയേക്കോ? അല്ല, വാപ്പാക്ക് കിട്ടൂലേ? മനസ്സിലായില്ല. ഇയാള് മകൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ സ്വത്ത് ഈ മകന് കിട്ടുമായിരുന്നല്ലോ. മകൻ മരിച്ചു. മരിച്ചതോടുകൂടി കുട്ടികൾക്ക് ഈ മകന് കിട്ടേണ്ടിയിരുന്ന സ്വത്ത് തടയപ്പെട്ടില്ലേ? ചോദ്യം മനസ്സിലായില്ല. ഒരാള് അയമുട്ടി ഹാജിക്ക് 3 ആൺകുട്ടികളാണ്, കബീറും നാസറും ഫൈസലും. കബീർ മൂത്ത ആള്. കബീർ മരിച്ചു. കബീറിന് 2 ആൺകുട്ടികളുണ്ട്. വല്യപ്പ ഒരു മാസം കഴിഞ്ഞപ്പോ വല്യപ്പ മരിച്ചു. വല്യപ്പാന്റെ സ്വത്ത്, അയമുട്ടി ഹാജിന്റെ സ്വത്തില് കബീറിന്റെ കുട്ടികൾക്ക് അവകാശം ഉണ്ടോ ഇല്ലേ? കബീർ മരിച്ചു. വാപ്പ മരിക്കുന്നതിന് 1 മാസം മുമ്പ്, ഞാൻ 1 മണിക്കൂർ മുമ്പ് മരിച്ചു, പോട്ടെ 1 മിനിറ്റ് മുമ്പ് മരിച്ചു. കുട്ടികൾക്ക് സ്വത്ത് കിട്ടുമല്ലേ? അയമുട്ടി ഹാജിന്റെ അതേമാതിരി നോക്കണം.
കിട്ടൂല. നിങ്ങളെ എന്താ ഇത്ര മനസ്സിലാക്കി നോക്കാനുള്ളത് അതിനകത്ത് നിങ്ങൾക്ക്? നോക്കാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചുമ്പോ ചിലപ്പോ കിട്ടൂല, കുറച്ച് ഫറാഗ് തന്നെ കിട്ടൂല, കുറച്ച് പ്രയാസമുള്ള ഭാഗം. കിട്ടൂല. എന്താ അതിന്റെ കാരണം? മക്കളുടെ സ്വത്തിന്റെ കേസില് പേരക്കുട്ടികൾ അവകാശം വരൂല. വാസ്തവത്തിൽ ഇത് ഈ പേരക്കുട്ടികളോട് കാണിക്കുന്ന അനീതിയാണ്. ഞാൻ അങ്ങനത്തെ കുട്ടികളെ കണ്ടു വളർന്ന ആളാട്ടോ. പിന്നെ ഈ കുട്ടികൾക്ക് വല്യപ്പ മരിക്കാതെ കുറച്ചാലോട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ വല്യപ്പാക്ക് വേണമെങ്കിൽ ഔദാര്യം കൊടുക്കാം. ഇനി അല്ല, വല്യപ്പയും ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോ കിട്ടണല്ലോ വല്യപ്പാന്റെ കിട്ടണല്ലോ എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. ഒരു ബാധ്യതയില്ല പേരക്കുട്ടികളോട് വല്യപ്പാക്ക്. മുറ്റാജിന്റെ സ്വത്ത് ഇപ്പം കബീറിന്റെ കുട്ടികൾക്ക് നിയമപരമായ ബാധ്യതയല്ല. അങ്ങനെ ബാപ്പല്ലാതെ കിട്ടുമല്ലോ പേരക്കുട്ടിയൊക്കെ. കിട്ടൂല. വേറെ മക്കളുണ്ട് അവിടെ, ആൺകുട്ടികൾ വേറെ 2 ഉണ്ട്, അതുകൊണ്ട് കിട്ടൂല. ഇത് അനീതിയാണ്. ഇത് അനീതിയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇനി പോയിട്ട് കിതാബ് തരെയൊന്നും വേണ്ട. അത് അനീതിയാണ്. നിങ്ങളെന്ത് ബേസിക് ആക്കിട്ടാ പറയണേ? എന്ത് ബേസിക്? ഇപ്പൊ മക്കളുടെ നമ്മളെ ഏതൊരു അവകാശങ്ങൾ എടുത്ത് പരിശോധില്ലേ, ഈ സ്വത്തിൽ ഏറ്റവും ആദ്യത്തെ അവകാശികൾ വരേണ്ടത് ഈ കുട്ടികളാണ്. നമ്മൾ ഇസ്ലാമിന്റെ ഭാഷ പറഞ്ഞ ഈ എത്തിയും കുട്ടികളാണ്. അത് കിട്ടുമല്ലോ ഈ മുട്ടിയാജിന്റെ. കിട്ടൂല. വാപ്പില്ലാത്തോണ്ട് കിട്ടുമല്ലോ. വാപ്പില്ലാത്തോണ്ട് കിട്ടൂല. നിങ്ങൾ അന്വേഷിച്ച് നോക്കി. വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകന്റെ മക്കൾക്ക് സ്വത്തില്ല. അനീതിയാണ്. അത് ആലോചിക്കാൻ നമ്മൾ ഒരു കിതാബിലും പോയി ഇനി ഈജിപ്തിൽ പോയിട്ട് ഗവേഷണം ഒന്നും നടത്തണ്ട. കാരണം ബാക്കിയുള്ള മക്കളുടെ മക്കൾക്ക് അവരെ നോക്കാനും ഇപ്പോഴും വാപ്പ ജീവനോടെ ഉണ്ട്. എത്തിയമാക്കപ്പെട്ട കുട്ടികൾ അപ്പുറത്തുണ്ട്. ഓലെ കെട്ടിച്ചന്റെ ഉത്തരവാദിത്തം ഓലെ ഇവൽക്കാണ്, വലിയനാണ്. ആർക്കാണ്? വലിയായിട്ടാ പോലെ കെട്ടിക്കണ ഭാര്യ കബീറിന്റെ ഭാര്യന്റെ കേസല്ല പറഞ്ഞത്, മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. നാസർ ഉസ്മാനൊക്കെ. ഞാൻ പറഞ്ഞത് അവകാശത്തെ കുറിച്ചാണ്. എങ്ങനെ? എന്ത് ബാധ്യത? പെൺകുട്ടികളുണ്ടെങ്കിൽ കെട്ടിക്കേണ്ട കാര്യല്ലേ? പെൺകുട്ടികളൊന്നുമില്ല, ആൺകുട്ടികളാണ് രണ്ടും. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇത്തരം അനീതികള് അതിനകത്ത് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ആ കാലഘട്ടത്തിലെ നീതി ബോധത്തിനനുസരിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പം മുന്നിൽ വന്ന പ്രശ്നങ്ങൾ അപ്പപ്പോ പരിഹരിച്ചു വിട്ട കേസില് ഇത് ലോകാവസാനം വരത്തേക്ക് എഴുതി കൂട്ടുമ്പോ ഉണ്ടാവുന്ന പുലിവാലാണ്. പിന്നെ എന്തിനാ എഴുത്തുമായനെ അറിയണേ? നിങ്ങളത് അതൊന്നും പരിശോധിക്ക്. മഹാകൃതികൾ എഴുതിയ പല ആൾക്കാർക്കും എഴുത്തുമായനെ അറിയാത്തവരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, മുഹമ്മദ് നബി അങ്ങനെ ഒരു കൃതി നടത്തിയിട്ടില്ല. തൊള്ളവടായി പറഞ്ഞ കുറെ സാധനങ്ങൾ ആളുകൾ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഖുർആന് മുഹമ്മദ് നബി ആലോചിച്ചിട്ടും കൂടിയില്ല. എനിക്ക് എന്റെ നുബുവത്തും കഴിഞ്ഞ് 2 കൊല്ലായി. 28 തോന്നുള്ളൂ. ആ കോംപ്ലിമെന്റ് ഞങ്ങൾക്ക് ഒരു ബിരിയാണി വാങ്ങിത്തരാം എപ്പോഴേലും കാണുമ്പോ. എന്തായാലും നടക്കട്ടെ. എന്നെ സംബന്ധിച്ച് നമ്മളിത് ജെനുവിൻ ആയിട്ടുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പുറത്തു വന്ന ആളാണ്. അല്ല, നമുക്ക് ഇതിനോട് വലിയ പ്രത്യേകിച്ച് ശത്രുത പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആവില്ല. കുട്ടികളെ കെട്ടിച്ചാൽ വലിയ കബീറും നാസറൊക്കെ കൂടി കെട്ടിച്ചുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാതിനൊന്നിപ്പം അതൊക്കെ ഔദാര്യമാണ്. അതൊക്കെ മറ്റൊരു ഔദാര്യമാണ്. വിശാല മനസ്കത ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ കിതാബ് തന്നെ വേണ്ടല്ലോ. എപ്പോഴാണ് നിയമം ഉണ്ടാക്കി വെക്കേണ്ടത്? അനീതി ഭയപ്പെടുന്നിടത്താണ് നിയമം. ഒരു മിനിറ്റ്. അനീതി ഭയപ്പെടുന്നിടത്താണ് നിയമം, അല്ലെ? ഒരു പ്രശ്നം ഭയപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ഒരു അനീതിക്ക് കാരണമാകാനുള്ള സാധ്യതയുള്ളിടത്താണ് ഇത്തരം നിയമങ്ങൾ ആവശ്യമുള്ളത്. അനീതി ഇല്ലാതിരിക്കാനാണ്. ആ നിയമം തന്നെ അനീതി ആയാൽ പിന്നെന്ത് ചെയ്യും? നമ്മൾ ചങ്ങലക്ക് ഭ്രാന്ത് പിടിക്കാന്ന് പറയില്ലേ? ആ അവസ്ഥയാണ് ഖുർആനിലെ പല നിയമങ്ങൾക്കുള്ളത്. അതാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇതുമ്മ കെട്ടിമറിഞ്ഞ് ഇത് നന്നാക്കി എടുക്കണേക്കാളും നല്ലത് ഇതങ്ങനെയാ ഒരു തോട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകാം. അതിനുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ ഇപ്പൊ ലോകത്തുണ്ട്. ഇതിപ്പോ രണ്ടെണ്ണത്തുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് അടിമത്തം വിശാലമായിട്ട് വേറെ പറയേണ്ടതാണ്. ഇഷ്ടംപോലെ ഉണ്ട്, കുറെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി സമയം പോലെ ഒരു സമയത്ത് സംസാരിക്കാം. ആയിക്കോട്ടെ. നിങ്ങൾ വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ഇങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കുന്ന ഉസ്താക്കന്മാര് പൊതുവെ ഫൈസിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെന്തായാലും നടക്കട്ടെ. ഈ ഫൈലി അല്ലാതെ നിങ്ങൾ എന്താ പറഞ്ഞ ബിരുദം?
ഉമൈറോ? ഞാൻ ഫൈലി അല്ല, നുജൂമിയാണ്. നുജൂമി. ഓക്കെ. ഈ ഫൈലി അല്ലേ ശരിക്കും പഴയ ബിരുദം നമ്മളിവിടുത്തെ? ഫൈസി എന്നാണ് നമ്മളെ നാട്ടിലെല്ലാരും പറയാ. ഫൈലിയാണ്. ആയിക്കോട്ടെ. ശരി, എന്തായാലും സന്തോഷം. ശരി.